അടുത്ത ഡിസീസാണ് തലാസീമിയ. തലാസീമിയ എന്ന് പറഞ്ഞാൽ ഓട്ടോസോമലായിട്ട്, സെക്സ് ലിങ്ക്ഡ് അല്ല, ഓട്ടോസോമൽ റെസിസീവ് ബ്ലഡ് ഡിസോർഡറാണ്. ബ്ലഡിലുണ്ടാവുന്ന ഓട്ടോസോമലായിട്ടുള്ള റെസിസീവ് ട്രീറ്റ് ഉള്ള ഒരു ഡിസോർഡറാണ് തലാസീമിയ. തലാസീമിയയുടെ കാരണം ലോവർ എമൗണ്ട് ഓഫ് ഓക്സിജൻ ക്യാരിയിങ് പ്രോട്ടീൻ. സോ ഓക്സിജനെ ക്യാരി ചെയ്യുന്ന ആ പ്രോട്ടീൻ്റെ അളവ് വളരെ കുറവാവുന്നതാണ് തലാസീമിയ എന്ന് പറഞ്ഞ ഡിസീസ്. അപ്പോൾ ഓക്സിജനെ ക്യാരി ചെയ്യുന്ന പ്രോട്ടീൻ ഏതാണ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്? ഹീമോഗ്ലോബിൻ. സോ ഹീമോഗ്ലോബിൻ്റെ അളവ് വളരെയധികം കുറവാവുന്നതാണ് നമ്മൾ പറഞ്ഞ തലാസീമിയ എന്ന് പറഞ്ഞ ഡിസീസ്. അതിൻ്റെ ഭാഗമായിട്ട് ഫ്യൂ ആർ ബി സിയുടെ എമൗണ്ട് വളരെ കുറവായിരിക്കും. സോ ഹീമോഗ്ലോബിൻ്റെ അളവ് വളരെ കുറവും ആർ ബി സിയുടെ അളവ് വളരെ കുറവായിരിക്കുന്ന ആ ഡിസീസാണ് തലാസീമിയ. അത് നമ്മുടെ ബ്ലഡ് ഡിസോർഡർ ആയിട്ടാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് ഈ തലാസീമിയ എന്ന് പറഞ്ഞ ഡിസീസ് ഉണ്ടാകുന്നത്? അതിന് കാരണം ഈ പറഞ്ഞ പോലെ ഒരു പക്ഷേ മ്യൂട്ടേഷൻ ആവാം, എന്തെങ്കിലും ചേഞ്ച് വരുന്നതാവാം, അല്ലെങ്കിൽ അതിലുള്ള ഏതെങ്കിലും ജീന് ഡിലീഷൻ, ആ ജീനുകളിൽ ഇല്ലാണ്ടായി പോവാം, മുറിഞ്ഞു പോകുക എന്ന് പറയും. ഡിലീഷൻ ആവാം, അല്ലെങ്കിൽ മ്യൂട്ടേഷൻ, എന്തെങ്കിലും ചേഞ്ച് വരിക, അല്ലെങ്കിൽ അത് ഡിലീറ്റഡ് ആയി പോവാം. അതിൻ്റെ ഭാഗമായിട്ട് റെഡ്യൂസ്ഡ് റേറ്റ് ഓഫ് സിന്തസിസ് ഓഫ് ഗ്ലോബിൻ ചെയിൻ. സോ ഒന്നുകിൽ മ്യൂട്ടേഷൻ അല്ലെങ്കിൽ ഡിലീഷൻ. മ്യൂട്ടേഷനോ ഡിലീഷനോ കാരണം ഈ ഗ്ലോബിൻ ചെയിൻ, നമ്മുടെ ഹീമോഗ്ലോബിൻ ചെയിൻ എന്താ സിന്തസൈസ് ചെയ്യണതിൻ്റെ അളവ് വളരെ കുറയുന്നു. സോ ഈ ജീൻ ഡിലീറ്റ് ചെയ്യുമ്പോൾ ഹീമോഗ്ലോബിനിന് 2 ടൈപ്പ് ഉണ്ട്. നമ്മൾ പറയേണ്ട 2 പോളിപെപ്റ്റൈഡ് ഉണ്ട്, ആൽഫ ആൻഡ് ബീറ്റ. സോ ആൽഫ ചെയിനും ബീറ്റ ചെയിനുമാണ് നമ്മുടെ ഹീമോഗ്ലോബിൻ്റെ. ഈ ആൽഫ ആൻഡ് ബീറ്റ ചെയിൻ അല്ലെങ്കിൽ ഗ്ലോബിൻ സിന്തസിസ്, ഹീമോഗ്ലോബിൻ്റെ ഈ പറഞ്ഞ ആൽഫ ചെയിനും ബീറ്റ ചെയിൻ്റെയും എമൗണ്ട് സിന്തസിസ് കുറയുകയാണ് ചെയ്യണത്. ഏത് കാരണം? ഇതിലുള്ള ആ ജീനിൻ്റെ മ്യൂട്ടേഷനോ ഡിലീഷനോ കാരണം. സോ മ്യൂട്ടേഷൻ ഡിലീഷൻ കാരണം ഗ്ലോബിൻ ചെയിനായ ആൽഫ ചെയിൻ അല്ലെങ്കിൽ ബീറ്റ ചെയിൻ്റെ സിന്തസ് വളരെ കുറയുന്നു. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? അതിൻ്റെ സിന്തസിസ് ഹീമോഗ്ലോബിൻ്റെ ചെയിൻ്റെ ഇത് കുറയുമ്പോൾ ആൽഫ ചെയിനും ബീറ്റ ചെയിനും പ്രൊഡ്യൂസ് ചെയ്യുന്നത് വളരെ കുറവായി കഴിഞ്ഞാൽ അവിടെ അബ്നോർമൽ ഹീമോഗ്ലോബിൻ, നോർമൽ ഹീമോഗ്ലോബിനേക്കാളും വളരെ താഴ്ന്ന ലെവലുള്ള ഹീമോഗ്ലോബിനാണ് ഉണ്ടാവുക. അബ്നോർമൽ ഹീമോഗ്ലോബിൻ ഉണ്ടായാൽ ഡെഫിനറ്റ്ലി അതെന്തായിട്ട് മാറും? അനീമിയ ആയിട്ട് മാറും. ഹീമോഗ്ലോബിൻ കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ അനീമിക് ആവും, ഭയങ്കര പെയിലാവും, പെട്ടെന്ന് വിളറി വെളുക്കും, അതുപോലെ നമ്മൾ ടയേർഡ് ആവാൻ തുടങ്ങും. സോ അനീമിക് ആവും. ഹീമോഗ്ലോബിൻ കൗണ്ട് കുറഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ഓക്സിജൻ ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ലാണ്ടാവും. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ടയേർഡ് ആവാൻ തുടങ്ങും. അതാണ് നമ്മൾ പറയുന്നത് അനീമിയ എന്ന് പറഞ്ഞ കണ്ടീഷൻ. ഈ തലാസീമിയ 2 ടൈപ്പ് തലാസീമിയ ഉണ്ട്. ആൽഫ തലാസീമിയ ആൻഡ് ബീറ്റ തലാസീമിയ. നമ്മൾ പറഞ്ഞു ഹീമോഗ്ലോബിൻ്റെ 2 ചെയിനുകൾ, ആൽഫ ചെയിൻ ആൻഡ് ബീറ്റ ചെയിൻ, ആ സിന്തസിസ്, ആ ചെയിനുകളുടെ സിന്തസിസ് റെഡ്യൂസ് ആകും, കുറയുമ്പോഴാണ് ഈ പറഞ്ഞ തലാസീമിയ എന്ന് പറഞ്ഞത്. അത് കുറയാൻ കാരണം ഈ ജീനുകൾ മ്യൂട്ടേഷനോ ഡിലീഷനോ ആയി കാരണമായിരിക്കും. സോ ആൽഫ തലാസീമിയ ആൻഡ് ബീറ്റ തലാസീമിയ. ആൽഫ തലാസീമിയ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ ആൽഫ ഗ്ലോബിൻ ചെയിൻ, നമ്മൾ പറഞ്ഞ 2 ചെയിൻ, ആൽഫ ഗ്ലോബിൻ ചെയിനെ എഫക്റ്റ് ചെയ്യുന്നതാണ് നമ്മുടെ ആൽഫ തലാസീമിയ. ആൽഫ ഗ്ലോബിൻ ചെയിനെ കൺട്രോൾ ചെയ്യുന്ന ജീനുകൾ എന്ന് പറയുന്നത് HPA1 ആൻഡ് HPA2. സോ ആൽഫ ഗ്ലോബിൻ ചെയിനെ കൺട്രോൾ ചെയ്യണ ജീനുകളാണ് HPA1 ആൻഡ് HPA2. ആ HPA1 ആൻഡ് HPA2 എന്ന് പറഞ്ഞ ജീനുകളിൽ മ്യൂട്ടേഷൻ ഒന്നുകിൽ ഒരെണ്ണത്തിനോ അല്ലെങ്കിൽ മോർ ഓഫ് ദ 4 ജീൻ, ഒന്നുകിൽ 4 ജീനോ അല്ലെങ്കിൽ ഒരെണ്ണത്തിനോ, ഒന്നിനോ അല്ലെങ്കിൽ അതിന് മേലെയുള്ള 4 ജീനുകൾക്ക് മ്യൂട്ടേഷൻ വരികയാണെങ്കിൽ ഇവിടെ ക്രോമസോം നമ്പർ 16ലുള്ള ഈ HPA1 ആൻഡ് HPA2 എന്ന് പറഞ്ഞാൽ ഒന്നോ അതിലധികം 4 ജീനുകൾക്ക് മ്യൂട്ടേഷൻ വരികയാണെങ്കിൽ എന്ത് സംഭവിക്കും? ലെസ് ആൽഫ ഗ്ലോബിൻ കറക്റ്റായിട്ട് സിന്തസൈസ് ചെയ്യില്ല, ആൽഫ ഗ്ലോബിൻ വളരെയധികം കുറയും. എത്ര ജീനുകൾക്കാണ് മ്യൂട്ടേഷൻ സംഭവിക്കുന്നത് അതിനനുസരിച്ച് നമ്മുടെ ആൽഫ ഗ്ലോബിൻ ചെയിൻ്റെ ഇത് കുറഞ്ഞുകൊണ്ടേയിരിക്കും, എമൗണ്ട് കുറഞ്ഞുകൊണ്ടേയിരിക്കും. അതാണ് ആൽഫ തലാസീമിയ. ആൽഫ തലാസീമിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽഫ ഗ്ലോബിൻ ചെയിനെ എഫക്റ്റ് ചെയ്യുന്നു. അതിൻ്റെ ഭാഗമായിട്ട് അതിനെ കൺട്രോൾ ചെയ്യുന്ന HPA1 HPA2 എന്ന് പറഞ്ഞാൽ ആ 2 ജീനുകൾ ലൊക്കേറ്റഡ് ഓൺ ക്രോമസോം നമ്പർ 16. സോ ക്രോമസോം നമ്പർ 16 ഉള്ള ഈ ജീനുകൾക്ക് മ്യൂട്ടേഷൻ സംഭവിക്കും, ഒന്നിനോ അല്ലെങ്കിൽ ആ 4 എണ്ണത്തിനോ. അതിൻ്റെ ഭാഗമായിട്ട് എത്ര എണ്ണത്തിനാണോ ആ മ്യൂട്ടേഷൻ അതിനനുസരിച്ച് ഗ്ലോബിൻ ചെയിൻ സിന്തസിസ് കുറഞ്ഞു വരും, ആൽഫ ഗ്ലോബിൻ ചെയിൻ സിന്തസിസ് കുറഞ്ഞു വരുന്നു. അപ്പോൾ നമ്മളതിനെ ആൽഫ തലാസീമിയ എന്ന് പറയുന്നു. അടുത്തത് ബീറ്റ തലാസീമിയ. ബീറ്റ തലാസീമിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീറ്റ ചെയിനെ എഫക്റ്റ് ചെയ്യുന്നതാണ് ബീറ്റ തലാസീമിയ. അപ്പോൾ അവിടെ അതിനെ കൺട്രോൾ ചെയ്യുന്നത് നേരത്തെ പറഞ്ഞ പോലെ HBB. സോ ബീറ്റ ചെയിനെ കൺട്രോൾ ചെയ്യുന്ന, ബീറ്റ തലാസീമിയയ്ക്ക് ബീറ്റ ചെയിനെ കൺട്രോൾ ചെയ്യുന്ന ആ ജീനാണ് HBB. അത് ക്രോമസോം നമ്പർ 11 അവിടെ മ്യൂട്ടേഷൻ വന്നു കഴിഞ്ഞാൽ ഒന്നിലോ അല്ലെങ്കിൽ 2 ജീനുകൾക്കോ, ഒന്നിൽ ഒരെണ്ണത്തിന് അല്ലെങ്കിൽ 2 ജീനും മ്യൂട്ടേഷൻ വരികയാണെങ്കിൽ ഉണ്ടാവുന്ന ഡിസീസാണ് ബീറ്റ തലാസീമിയ. സോ ആൽഫ ചെയിനെ എഫക്റ്റ് ചെയ്യുമ്പോൾ ആൽഫ തലാസീമിയ, ബീറ്റ ചെയിനെ എഫക്റ്റ് ചെയ്യുമ്പോൾ ബീറ്റ തലാസീമിയ.
ഇതുപോലെ നമ്മുടെ തലാസീമിയ എന്ന് പറയുന്നത് ആ പാരൻസിന് തലാസീമിയ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അവർ ഹെട്രോസൈഗസ് കണ്ടീഷനായിട്ട് നിന്ന് ഒരു കാരിയറായിട്ട് നിന്നുകൊണ്ട് നമ്മുടെ പ്രോജനീക്ക് അല്ലെങ്കിൽ ഓസ്പ്രിങ്സിന് അത് കൈമാറുന്നു. സോ പാരൻസ് അൺഎഫക്റ്റഡ് ആയിരിക്കും, രണ്ട് പാരൻസും അച്ഛനും അമ്മയും അൺഎഫക്റ്റഡ് ആയിരിക്കും, അവരിൽ നിന്ന് കുട്ടികളിലേക്ക് ഈ ഡിസീസ് പകരുന്നു. അങ്ങനെയാണ് ഇത് ഹെട്രോസൈഗസ് കണ്ടീഷനിലായിരിക്കണം പാരൻസ് രണ്ടുപേരും. രണ്ടാമത്തത് ഇത് സിക്കിൾ സെൽ അനീമിയയും തമ്മിലൊരു കണക്ഷനാണ് പറയാം. തലാസീമിയ എന്ന് പറഞ്ഞാൽ ഒരു ക്വാണ്ടിറ്റേറ്റീവ് പ്രോബ്ലമാണ്. ക്വാണ്ടിറ്റേറ്റീവ് പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറച്ച് ഗ്ലോബിൻ മോളിക്യൂൾസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് തലാസീമിയയുടെ പ്രശ്നം. അതേസമയം സിക്കിൾ സെൽ അനീമിയ ഒരു ക്വാളിറ്റേറ്റീവ് പ്രോബ്ലമാണ്. എന്താ ക്വാളിറ്റേറ്റീവ് പ്രോബ്ലം? അവിടെ ഇൻകറക്റ്റ് ഫങ്ഷൻ ഓഫ് ബീറ്റ ഗ്ലോബിൻ, ഇൻകറക്റ്റ് ഹീമോഗ്ലോബിൻ്റെ ഫങ്ഷൻ കറക്റ്റായിട്ട് നടക്കാതെ വരുമ്പോഴാണ് നമുക്ക് സിക്കിൾ സെൽ, ഗ്ലോബിൻ ചെയിൻ ഉണ്ട് പക്ഷേ അതിൻ്റെ ഫങ്ഷൻ കറക്റ്റ് ആവുന്നില്ല, അപ്പോഴാണ് സിക്കിൾ സെൽ അനീമിയ. അതേസമയം നമ്മുടെ തലാസീമിയ ഒരു ക്വാണ്ടിറ്റേറ്റീവ് പ്രോബ്ലമാണ്. അവിടെ എന്താണ്, ഗ്ലോബിൻ ചെയിൻ അല്ലെങ്കിൽ മോളിക്യൂളുകളുടെ എണ്ണം വളരെ കുറവാകുന്നു. ഇതാണ് സിക്കിൾ സെൽ അനീമിയയും തലാസീമിയയും തമ്മിലുള്ള ഒരു മേജർ ഡിഫറൻസ്. രണ്ടും ബ്ലഡ് ഡിസോർഡർ തന്നെയാണ്.